നമ്മുടെ ജിൻഡോ ഉണ്ടല്ലോ, ഏത് കാര്യങ്ങളും വളരെ ശ്രദ്ധാപൂർവ്വം വീക്ഷിക്കുന്നുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയുകയാണ്. നമുക്ക് പുറത്തേക്കുന്നവർക്ക് വ്യക്തമായിട്ടറിയാം. ഇന്ന് പവർ ടീം 2 പേർക്ക് ശിക്ഷ കൊടുത്തു. ഒന്ന് ജാസ്മിനും ഒന്ന് ശരണ്യയ്ക്കും. അത് കൊടുക്കാനുള്ള കാരണം എന്ന് പറയുന്നത് അവർ 2 പേരും ഉറങ്ങി എന്നുള്ള കാരണത്താലാണ് ശിക്ഷ കൊടുക്കുന്നത്. അപ്പം ജിൻഡോ പറഞ്ഞു, നിങ്ങൾ ശിക്ഷയെല്ലാം വിധിക്കേ, അതെന്നിട്ട് ബോർഡിൽ എഴുതുക, എന്നിട്ട് ഞാനൊരു കാര്യം പറയാം. എല്ലാവരും ചോദിച്ചു, ഇവൻ മണ്ടനല്ലേ, ഇവൻ എന്ത് പറയാനാണ് എന്ന് വിചാരിച്ചു. പുള്ളി അവർ ശിക്ഷയെല്ലാം വിധിച്ചു എഴുതി. അപ്പം ജിൻഡോ ചോദിച്ചൊരു കാര്യമുണ്ട്, നിങ്ങൾ പവർ ടീമിൽ അധികാരത്തിൽ വന്നപ്പോൾ ആദ്യത്തെ മീറ്റിംഗ് നിങ്ങളൊരു കാര്യം പറഞ്ഞു, ഞങ്ങളായിട്ടൊരു ശിക്ഷയും തരത്തില്ല, അതായത് ടീമിൻ്റെ ക്യാപ്റ്റൻ തീരുമാനിക്കും ശിക്ഷ, എന്നിട്ട് ഞങ്ങളോട് പറയും, അപ്പം ഞങ്ങളത് ബോർഡിൽ എഴുതും എന്നുള്ള, അല്ലെങ്കിൽ ക്യാപ്റ്റനുമായി കൂടി ആലോചിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ശിക്ഷ വിധിക്കുന്നതെന്ന് നിങ്ങളൊരു കാര്യം പറഞ്ഞു. അതിന് പവർ ടീം കണ്ടെത്തിയൊരു ന്യായീകരണം വേറെ ആയിരുന്നു. കാരണം നമ്മളായിട്ട് ശിക്ഷ കൊടുക്കുന്നില്ലല്ലോ, അന്നേരം നെഗറ്റീവ് നമുക്കുണ്ടാകത്തില്ല, അത് സ്വന്തം ടീമിൻ്റെ ക്യാപ്റ്റൻ ആയിക്കോളും എന്നുള്ള രീതിയിലായിരുന്നു അവർ പറഞ്ഞത്. പക്ഷേ ഇപ്പം നിങ്ങൾ ചെയ്തേക്കുന്നത് തെറ്റായ കാര്യമാണ്. നിങ്ങൾ പറഞ്ഞ വാക്ക് പിൻവലിച്ചു. കാരണം നിങ്ങൾ ക്യാപ്റ്റനുമായിട്ട് ആലോചിച്ചില്ല, അതായത് ടീമിൻ്റെ ക്യാപ്റ്റനല്ല ശിക്ഷ കൊടുത്തിരിക്കുന്നത്, പവർ ടീം മുന്നിട്ട് നിന്നാണ് ശിക്ഷ കൊടുത്തിരിക്കുന്നത്. അത് അംഗീകരിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുന്ന ജിൻഡോയെ നമുക്ക് കാണാൻ പറ്റി. അപ്പം നമ്മുടെ റസ്മിനും നോറയെല്ലാം കൂടെ ചാടി വീണു, നിങ്ങൾ മണ്ടനാണ്, നിങ്ങൾ ഇതൊന്നും കേൾക്കുന്നില്ല, നിങ്ങൾ ആ സമയത്ത് ഉറങ്ങിയായിരിക്കും, നിങ്ങളത് അങ്ങനെയാണ്, മറ്റേതാണ്, മറിച്ചേതാണ്, ഇങ്ങനെ പറയുന്നത് കാര്യമാക്കേണ്ട കാര്യമില്ല എന്നൊക്കെയുള്ള സ്ഥിരം പല്ലവികൾ ആലോചിച്ചുകൊണ്ടിരുന്നു. അപ്പം ജിൻഡോ അന്നേരവും തൻ്റെ നിലപാടിൽ ഉറച്ചു നിന്നു. നിങ്ങൾ അങ്ങനെ തന്നെ പറഞ്ഞതാണ്, അത് എനിക്ക് നന്നായി ഓർമ്മയുണ്ട്, നമ്മൾ ഈ ലൈവ് കണ്ട നമുക്കും എപ്പിസോഡ് കണ്ട നമുക്കും നല്ല ഓർമ്മയുണ്ട് അല്ലേ, അവർ പവർ ടീം കൂടിയപ്പം പറഞ്ഞൊരു കാര്യം, അതായത് ടീമിൻ്റെ ക്യാപ്റ്റനാണ് നിശ്ചയിക്കുന്നത് ശിക്ഷ എന്താണെന്നുള്ളത്, അല്ലെങ്കിൽ ക്യാപ്റ്റനുമായി കൂടി ആലോചിച്ചതിന് ശേഷം ഞങ്ങൾ ശിക്ഷ ബോർഡിൽ എഴുതും. ഇത് ക്യാപ്റ്റനായിട്ട് കൂടി ആലോചിക്കാതെ തന്നെയാണ് അവർ ശിക്ഷ ബോർഡിൽ എഴുതിയത്. അത് ജിൻഡോ ചൂണ്ടിക്കാണിച്ചു. ഏതായാലും റസ്മിനും നോറയും ജിൻഡോയായിട്ട് ഭയങ്കര വാഗ്ദാനങ്ങൾ നടന്നു. അവസാനം നമ്മുടെ അൻഫിബ ബാത്റൂം ഏരിയ വെച്ച് നോറയോടും റസ്മിനോടും പറയുകയാണ്, അങ്ങേർക്ക് എന്ത് ബുദ്ധിയാണ്, അങ്ങേരെല്ലാം ഓർമ്മയുണ്ട്, കാരണം ഞാൻ ഇതങ്ങ് മറന്നുപോയി, നമ്മളങ്ങനെ പറഞ്ഞതായിരുന്നു, ക്യാപ്റ്റനുമായിട്ട് കൂടി ആലോചിച്ചതിന് ശേഷം മാത്രമേ ശിക്ഷ വിധിക്കത്തുള്ളൂ. ഇതൊരുമാതിരി വൃത്തികെട്ട പരിപാടിയായിപ്പോൾ നമ്മൾ ചെയ്തത് എന്ന് അൻഫിബ പറഞ്ഞപ്പോഴേ നമ്മുടെ നോറയുടെയും റസ്മിൻ്റെയൊക്കെ കിളി പോയ അവസ്ഥയിലാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, വേണ്ട സമയത്ത് വേണ്ട രീതിയിൽ വേണ്ട പോലെ അടിക്കാൻ പറ്റിയ വടി ജിൻഡോയുടെ കൈവശമുണ്ട്.